ഓം ശാന്തി. സെക്കൻഡിൽ ഏകാഗ്രമായി ഞാൻ എൻ്റെ ശ്രദ്ധ സ്വയം തന്നിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഈ ദേഹത്തിൽ വിരാജമാനായ ഞാൻ ഭ്രുകുടി മധ്യത്തിൽ പ്രകാശിക്കുന്ന ഒരു ജ്യോതിർമയ ആത്മാവാണ്. നിരാകാരി പരം ജ്യോതി ശിവബാബയുടെ പരംപ്രിയ സന്താനമാണ്. ഞാൻ നിരാകാരി വദനത്തിൽ നിന്നും ഈ ഭൂമിയിൽ എൻ്റെ പാർട്ട് അഭിനയിക്കാൻ അവതരിച്ചിരിക്കുകയാണ്. മനസ്സിൽ നിരന്തരം പരമാത്മാ പിതാ ജ്യോതിബിന്ദു ശിവബാബയുടെ ഓർമ്മ. മനസ്സിൽ ഒരു ബിന്ദു ബാബ ഇരിക്കുന്നു. ഞാൻ ഒരു ബാബയുടെ മിലനത്തിൻ്റെ ലഹരിയിലിരിക്കുന്നു. ദേഹസഹിതം ദേഹത്തിൻ്റെ സർവസംബന്ധങ്ങളും മറന്ന് ഞാൻ എൻ്റെ അവ്യക്തവദനത്തിലെത്തുകയാണ്. ഒരു പ്രകാശ ശരീരത്തിൽ പ്രകാശത്തിൻ്റെ വേഗതയിൽ പറന്ന് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദലോകത്തിൽ നിന്നും ദൂരെ ഞാൻ അവ്യക്തവദനത്തിലെത്തുന്നു. എൻ്റെ ഫരിസ്താ സ്വരൂപത്തിൽ ബാപ്ദാദയുടെ സന്മുഖത്തിലാണ്. ബാപ്ദാദയുടെ പാവന ദൃഷ്ടിയിലൂടെ ഞാൻ സായുജ്യമടയുന്നു. ബാപ്ദാദ എനിക്ക് മന്മനാഭവ മഹാമന്ത്രം നൽകുകയാണ്. ഞാൻ ബാപ്ദാദയുടെ അവ്യക്ത ശബ്ദം കേൾക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, മനസ്സ് എന്നോട് ചേർക്കൂ, ഒരു ബാബയെ ഓർമ്മിക്കൂ. ഏത് സമയത്ത് ഏത് സംബന്ധത്തിൻ്റെ ആവശ്യകതയുണ്ടോ ആ സംബന്ധത്തിൽ ഞാൻ ബാബയെ എൻ്റെ ഹൃദയത്തിൽ നിന്നും ഓർമ്മിക്കുന്നു. ബാബ എനിക്ക് വേണ്ടി ഹാജരായിരിക്കും. മന്മനാഭവ മഹാമന്ത്രം സ്വീകരിച്ച് ഞാൻ ആത്മാ ബിന്ദുവായി എൻ്റെ നിജധാമത്തിലേക്ക് പോകുകയാണ്. പരമധാമത്തിൽ ഞാൻ ദേഹത്തിൻ്റെയും സംബന്ധങ്ങളുടെയും ആകർഷണത്തിൽ നിന്നും പൂർണ്ണമായും മുക്തമാണ്. ഞാൻ പവിത്ര ആത്മാ പവിത്ര ശാന്തി ധാമത്തിലാണ്.
ഈ ജ്യോതി ദേശത്തിൽ ഞാനൊരു ദിവ്യ ജ്യോതി സമാനം മിന്നിത്തിളങ്ങുന്നു. ഇവിടെ ഞാൻ എൻ്റെ പ്രിയതമൻ ശിവബാബയുടെ കൂടെ ഇരിക്കുകയാണ്. ഞാൻ നിരന്തരം സ്നേഹസാഗരമായ പരംജ്യോതി ശിവബാബയെ കാണുന്നു. സ്നേഹസാഗര ബാബ എന്നിലേക്ക് പരമാത്മസ്നേഹം ഇടതടവില്ലാതെ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ദിലാരാമനായ ബാബയുടെ ഹൃദയത്തിൽ ഞാൻ സമാവേശമായിരിക്കുന്നു. ബാബയുടെ ഹൃദയത്തിൽ ഞാൻ, എൻ്റെ ഹൃദയത്തിൽ ബാബ. ബാബ പരം പവിത്രമാണ്. ഞാൻ ആത്മാവും പരം പവിത്രമാണ്. ബാബ് സമാന മാസ്റ്റർ സർവശക്തിവാൻ, മാസ്റ്റർ സ്നേഹസാഗരവുമാകുന്നു. ബാബ് സമാനമായി പരംധാമത്തിൽ നിന്നും താഴെ ഇറങ്ങി ഞാൻ സാകാരവദനത്തിലെത്തുന്നു. സാകാരവദനത്തിലാണെങ്കിലും എൻ്റെ മനസ്സ് നിരന്തരം ഒരു ബാബയോട് ചേർത്ത് വച്ചിരിക്കുന്നു. ബാബ ഓരോ നിമിഷവും എൻ്റെ കൂടെയുണ്ട്. ബാബ കമ്പാനിയനായി ഓരോ പരിതസ്ഥിതിയിലും എൻ്റെ കൂടെ നിൽക്കുന്നു. സുഖദുഃഖത്തിൽ എപ്പോഴും എൻ്റെ കൂടെ തന്നെയായിരിക്കും. എൻ്റെ ഹൃദയത്തിലെ ദുഃഖങ്ങൾ ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കുന്നു. എൻ്റെ ഖുദാ ദോസ്തിനോട് എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഭാരമൊഴിയുന്നു. മനസ്സിലിപ്പോൾ ഒരേ ഒരു ബാബയുടെ ഓർമ്മയാണ്. ഞാൻ ആത്മാ മന്മനാഭവ മന്ത്രത്തിൻ്റെ സ്വരൂപമാണ്. ഞാൻ ബാബയുടെ ശ്രീമതത്തിലൂടെ സ്വയത്തെ അലങ്കരിക്കുന്നു. പരചിന്തനത്തിലൂടെ അലങ്കാരം നശിപ്പിക്കില്ല. ഞാൻ ലക്ഷ്മി നാരായണനു സമാനം എന്നെ അലങ്കരിക്കുന്നു. കേവലം ചിന്തയുടെ കാര്യമാണ്. യോഗത്തിലൂടെ ശുദ്ധവും സ്വച്ഛവും തിളക്കമുള്ളതുമായി തീരുന്നു. ആത്മാവും ശരീരവും സ്വർണമായി മാറുന്നു. ഇതാണ് എൻ്റെ ഇന്ദ്രജാലം. എൻ്റെ ലക്ഷ്യമാണ് ഭാവിയിലെ അമരപുരിയിലേക്ക് പോകണം. ബാബ മന്മനാഭവയുടെ ചാവി തന്നിരിക്കുന്നു. തെറ്റായ കാര്യങ്ങൾ കേൾപ്പിച്ച് ഞാൻ സമയം പാഴാക്കുന്നില്ല. ഞാൻ സ്വയത്തെ മാത്രം നോക്കുന്നതിനുള്ള യുക്തി ബാബ പറഞ്ഞു തരുന്നു. അതാണ് മന്മനാഭവ.
മുഴുവൻ സൃഷ്ടിയുടെ ചക്രം എങ്ങനെ കറങ്ങുന്നു എന്ന് എൻ്റെ ബുദ്ധിയിലുണ്ട്. മന്മനാഭവ മന്ത്രത്തിലൂടെ എൻ്റെ പാപം ഭസ്മമാകുന്നു. ഞാൻ ശുദ്ധമായി വളരെ ശോഭ നിറഞ്ഞതായിത്തീരുന്നു. ഞാൻ സ്വയത്തെ അലങ്കരിക്കുന്നു. ദൈവിക ഗുണം ധാരണ ചെയ്യുന്നു. ബാബ എൻ്റെ അലങ്കാരം ചെയ്യുകയാണ്. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എൻ്റെ അലങ്കാരം ചെയ്യുന്നു. എൻ്റെ ബുദ്ധി വിശാലമാകുന്നു. ഞാൻ പരസ്പരം സ്നേഹിക്കുന്നു. ഞാൻ സമയം പാഴാക്കില്ല, മറ്റുള്ളവരുടേത് പാഴാക്കിക്കുകയുമില്ല. അച്ഛനെ മറന്നത് കാരണം ഞാൻ എൻ്റെ അലങ്കാരത്തെ നഷ്ടപ്പെടുത്തി. ഇപ്പോൾ ഞാൻ കറങ്ങുമ്പോഴും നടക്കുമ്പോഴും അലങ്കരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഞാനിപ്പോൾ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയം വളരെ മൂല്യമുള്ളതാണ്. ഇതിനെ പാഴാക്കില്ല. ബാബ സ്വയത്തെ അലങ്കരിക്കാനുള്ള യുക്തി പറഞ്ഞു തരുന്നു. ജോലി വേലകളെല്ലാം ചെയ്തുകൊണ്ടും ഒരു ബാബയെ ഓർമ്മിക്കണം. കേവലം ഒരു അല്ലാഹുവിനെ ഓർമ്മിക്കുകയാണെങ്കിൽ അലങ്കാരമുണ്ടാകുന്നു. എല്ലാ ആത്മാക്കളും ഒരു പ്രിയതമനാണ്. എവിടേക്ക് പോയാലും എന്ത് ചെയ്താലും അലങ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. 84 ജന്മങ്ങളുടെ പാർട്ട് ഇപ്പോൾ പൂർത്തിയാകുകയാണ്. ഈ പഴയ വസ്ത്രം ഉപേക്ഷിക്കാനുള്ളതാണ്. ബാബയുടെ ശ്രീമതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അലങ്കാരവും നൽകുന്നതായിരിക്കും. ഞാൻ ബാബയുടെ നിർദ്ദേശത്തിലൂടെ നടക്കുന്നു. എന്താണോ പഠിക്കുന്നത് അത് ബുദ്ധിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. ബാബ ജാഗ്രതപ്പെടുത്തുകയാണ്. വ്യർത്ഥ കാര്യങ്ങളിൽ സമയം പാഴാക്കരുത്. ബാബയുടെ ശ്രീമതം ഓർമ്മിക്കുന്നു. ഇത് അത്ഭുതകരമായ നാടകമാണ്. ചെറിയ ആത്മാവിൽ അവിനാശി പാർട്ട് അടങ്ങിയിരിക്കുന്നു. അത് ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്കും ലക്ഷ്മി നാരായണനെ പോലെ അലങ്കാരധാരിയായി മാറണം എന്ന ലഹരിയിലിരിക്കുന്നു. ഞാൻ സ്വയത്തോട് ചോദിക്കുന്നു, ശ്രീമതത്തിലൂടെ നടന്ന് മന്മനാഭവയുടെ ചാവിയിലൂടെ എൻ്റെ അലങ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? തലതിരിഞ്ഞ കാര്യങ്ങൾ കേട്ട് കേൾപ്പിച്ച് അലങ്കാരത്തെ കേടുവരുത്തുന്നുണ്ടോ? പരസ്പരം സ്നേഹിക്കുന്നുണ്ടോ? ദൈവിക സ്വഭാവം ധാരണ ചെയ്തിട്ടുണ്ടോ? ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. വ്യർത്ഥ സങ്കല്പങ്ങളുടെ കാരണത്തെ മനസ്സിലാക്കി അവയെ സമാപ്തമാക്കുന്ന പരിഹാര സ്വരൂപമായി ഭവിക്കട്ടെ. വ്യർത്ഥ സങ്കല്പങ്ങൾ അഭിമാനത്തിലൂടെയും അപമാനത്തിലൂടെയും ഉടലെടുക്കുന്നു. കാരണത്തെ മനസ്സിലാക്കി
അവ ഇല്ലാതാക്കുന്നതിനെയാണ് പരിഹാര സ്വരൂപമാകുക എന്ന് പറയുന്നത്. സൈലൻസിന്റെ ശക്തിയിലൂടെ മധുരമായ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഓം ശാന്തി.